ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും. പ്രൊവിൻഷ്യാലച്ഛൻ ഇന്നത്തെ ഈ ഹാൻഡിങ് ഓവറിനും ഈ ദൗത്യ സ്വീകരണം ആൻഡ് ബഹിഷ്കരണം വന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. പിന്നെ അച്ഛൻ്റെ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് യോശേഷൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചതിന് സന്തോഷം, നന്ദി. അച്ഛൻ കഴിഞ്ഞ ഏകദേശം 3 വർഷക്കാലമായിട്ട് കോവിഡ് വന്നതിന് ശേഷമുള്ള സമയത്ത് അച്ഛൻ തന്നെയായിരുന്നു മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് മേലാതാവുകയും ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുപോലെ അച്ഛൻ ചെയ്തിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമാണ്, നന്ദി. ഇന്ന് ഈ സ്പിരിറ്റ് സ്ഥാനം സേവനമായിട്ട് അച്ഛൻ സ്വീകരിച്ചതിനായിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൃപാവനങ്ങളും രാവിലെ കുർബാന മുതൽ ഉള്ള നമ്മുടെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിച്ചു. അടുത്തു വരുന്ന എത്ര വർഷക്കാലമാണെങ്കിലും അച്ഛനെ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛനെ അനുമോദിക്കുവാനായിട്ട് സിസ്റ്റർ വിളിക്കാം. Congratulations to you. Congratulations to you, dear Father. Congratulations to you. May the good God bless you. May the good God bless you. May the good God bless you, dear Father. Congratulations to you. അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നതും അത് സർക്കാരിൻ്റെ വാക്കുകൾ അച്ഛൻ ജോഷ്യത്തിന് സന്ദേശിച്ച് വാങ്ങിയിട്ടു. അത് വലിയൊരു കാര്യമാണ്. സർക്കാരിയുടെ താക്കോൽ അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പള്ളിയുടെ സർക്കാരിയുടെ താക്കോൽ ഇവിടെ അച്ഛൻ്റെ കൈവശമാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ അധികാരവും അച്ഛനിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു വലിയ കാര്യമാണ് ഇത്. ഇന്ന് വളരെയധികം അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊവിൻഷ്യലച്ഛൻ വലിയൊരു കാര്യം ചെയ്തതിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടെ ചെയ്യണം എന്ന്. ഇനി സെപ്റ്റംബർ മാസത്തിൽ കൂടെ വരും. എന്നിട്ട് അവസാനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യതയോടുകൂടെ ആയിരിക്കുമോ എന്ന് കാണുവാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രൊവിൻഷ്യലച്ഛൻ IMS ധ്യാനഭവൻ്റെ കാര്യത്തിൽ വളരെയധികം താല്പര്യം എടുത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ക്ലിയർ-കട്ട് ആയിരിക്കണം എന്ന് നമ്മുടെ പ്രൊവിൻഷ്യലച്ഛൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് പ്രകാരം എല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അപ്പോൾ അച്ഛന് വലിയൊരു താങ്ക് യു. പോകുന്ന ആഹാര പദാർത്ഥത്തെയും അവ ഞങ്ങൾക്കായി പാചകം ചെയ്തവരെയും കഴിക്കാനായി പോകുന്ന ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ സമൃദ്ധിയാൽ നിറയ്ക്കണമേ. പ്രത്യേകം ഇത് എപ്രകാരമാണ് ശരീരത്തിന് ഊർജ്ജം നൽകുന്നത്. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്
ഞങ്ങൾ ഈ ആഹാര പദാർത്ഥത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവേ, ഇത് ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആരൊക്കെ എന്നാ കഴിക്കുന്നുണ്ടെന്ന് നോക്കാം. കൂടുതലുണ്ടെന്നറിയാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സുപ്പീരിയർ ആകുന്നതും. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് ആദ്യമായിട്ടാണ് ഇത്ര ഗ്രാൻഡായിട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഘട്ടങ്ങൾ ഇങ്ങനെ വളരെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഘട്ടങ്ങളിൽ അതിൽ എനിക്കറിയുന്ന മൊത്തം ഘട്ടങ്ങളും അശ്വിൻ അച്ഛനോട് കൂടിയായിരുന്നു. അതായത് ബർത്ത്ഡേ വളരെ ആഘോഷത്തോടെ, ഇവിടെ വളരെ ആഘോഷം ഇല്ലെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര ആഘോഷത്തോടു കൂടി ആഘോഷിച്ചത് അച്ഛൻ്റെ കൂടെ അവിടെയൊക്കെ ഞാൻ താമസിക്കുമ്പോഴാണ്. സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് 2-3 പാർട്ടി, അതായത് പള്ളിയിൽ ഒരു പാർട്ടി, ഇടവകയിൽ, അതുപോലെ ചെറിയ ഇടവകയാണ്, അതുപോലെ തന്നെ സ്കൂളിൽ വിത്ത് ടീച്ചേഴ്സ്, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം വളരെ വലിയൊരു സെൻഡ് ഓഫ് കിട്ടുന്നതും അച്ഛനോട് തന്നെയാണ്. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതും വലിയ കാറ്ററിംഗ് ഗ്രൂപ്പിനെയൊക്കെ വിളിച്ച് ഭയങ്കര. അച്ഛൻ പറഞ്ഞാൽ ഇന്നേക്ക് അച്ഛൻ ഇവിടെ 6 വർഷമായി എന്ന് പറയുമ്പം എനിക്ക് ഈ മാസം 19 ആകുമ്പോൾ 5 വർഷം തികയും. അതിന് മുമ്പ് ഒരു ആളും കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മാത്രമല്ല, അപ്പം ഇത് എന്നെ അനുസ്മരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ പഴയ ഒരു സ്നേഹം, അതേ സ്നേഹം എനിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം സുപ്പീരിയർ ആയി എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരികയും, അത് പറഞ്ഞില്ല പ്രശാന്തൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഇങ്ങനെ വന്നിട്ട് ഒരു ഹാൻഡിങ് ഓവറൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് വലിയൊരു എന്നോടുള്ള ഒരു പരിഗണനയായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പം ഇവിടെ അച്ഛൻ വരികയും ഇന്നലെ തന്നെ വന്നു. ഇന്ന് ഹാൻഡിങ് ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ആ സ്നേഹത്തെ ഓർത്ത്, ആ സ്നേഹത്തെ മാനിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് അച്ഛന് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ നന്ദി പറയുകയാണ്.